തലച്ചോറിലെ അമിത സംഘർഷം കുറയ്ക്കാന്നല്ലാതെ ഇതുകൊണ്ട് മറ്റു പ്രയോജനമൊന്നുമില്ല. മനസ്സ് സ്വയം ശാന്തമാകണം, എന്നാലേ എല്ലാം പഴയ രീതിയിലേക്ക് തിരിച്ചു വരും. മനസ്സിന് താങ്ങാനാകാത്ത കാര്യങ്ങൾ ഉള്ളിലടക്കി ഇത്രയും വർഷം ജീവിച്ചതിന്റെ ആഘാതമാണ് കമലയ്ക്ക് ഇപ്പോൾ സംഭവിച്ചത്. ഈ വിഭ്രാന്തി മാറില്ലേ ഡോക്ടർ? മാറും, പക്ഷെ കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടർ? ഇതൊരു താൽക്കാലിക വിഭ്രാന്തി മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനെ ഒരിക്കലും നിങ്ങൾ ഭ്രാന്തെന്ന രീതിയിൽ കാണണ്ട. ട്രീറ്റ്മെന്റ് വേണ്ട ഒരു മാനസികാവസ്ഥ തന്നെയാണ്. കുറച്ചു ദിവസം നിരീക്ഷണത്തിൽ തന്നെ തുടരണം. മരുന്നിനേക്കാൾ വലിയ സമാധാനവും ശാന്തിയും കൊടുക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഷോക്ക് കൊടുത്താൽ പെട്ടെന്ന് കുറയോ? അത് നമുക്ക് നോക്കാം. പക്ഷേ ഷോക്ക് കൊടുക്കുന്നതിന് റിസ്ക് ഉണ്ട്. ഒരുപക്ഷെ അസുഖം ഭേദമാകുന്നതിന് പകരം അമ്മയുടെ മനോനില എന്നേക്കുമായി കൈവിട്ടുപോയെന്നും വരാം. അയ്യോ, അയ്യോ, അതേസമയം പെട്ടെന്ന് ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കൂടെയുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ എല്ലാം കൺസെന്റ് വേണം. നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ആ വഴിയും നോക്കാം. പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിൽ കൺസെന്റ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തായാലും കൺസെന്റ് ഇന്നേനെ ഒപ്പിട്ട് കൊടുത്തേക്ക്. ആവശ്യമാണെങ്കിൽ നമുക്ക് ഷോ കൊടുത്ത് നോക്കാം.